എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലുള്ള ഇരുമ്പനം അടുത്ത് നെടുങ്ങാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളപ്പോൾ ബോട്ടിങ്ങിൻ്റെ വീഡിയോ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ബോട്ടിംഗ് ഉള്ള കാര്യം നമ്മുടെ നാട്ടിലുള്ള എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. അപ്പം ഇവിടുത്തെ ബോട്ടിങ്ങും അവിടുത്തെ വിവരങ്ങളും എല്ലാം നമുക്ക് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് ബോട്ടിങ്ങിനുള്ള സ്ഥലം. ഇവിടെ പലതരത്തിലുള്ള ബോട്ടുകളുണ്ട്. ചവിട്ട് ബോട്ടുകളുണ്ട്, സ്പീഡ് ബോട്ടുകളുണ്ട്, കയാക്കുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ബോട്ടുകളുണ്ട്. നമുക്കപ്പോൾ ഇവയുടെ റേറ്റുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ട് ചോദിച്ചിട്ട് വരാം. ഞായറാഴ്ചകളിലായിരിക്കും ഇവിടെ തിരക്കുണ്ടാകുന്നത്. ഇന്നിപ്പം ഞാൻ ഇട ദിവസമായിട്ട് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. നമുക്കപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ഈ ബോട്ടിംഗ് നടക്കുന്ന നെടുങ്ങാപ്പുഴയിലോട്ട് പോകുന്നതിനായിട്ട് ഇരുമ്പനത്ത് നിന്നും ഇരുമ്പനം പാലം എത്തുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് തന്നെ ഈ ലെഫ്റ്റിലോട്ട് കിടക്കുന്ന വഴിയിലൂടെ കുറച്ച് ദൂരം പോയാൽ മതി. നമ്മുടെ ഈ ബോട്ടിംഗ് നടത്തുന്ന സ്ഥാപനത്തിൻ്റെ പേര് MR വാട്ടർ സ്പോർട്സ് ആൻഡ് ബോട്ടിംഗ് എന്നാണ് കേട്ടോ. അതാണ് സ്റ്റിയർ. ചെറുതായിട്ട് തിരിച്ചാൽ കേട്ടോ. ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നിർത്തുമ്പോൾ പുറകോട്ട് ചവിട്ടുമ്പോൾ നിർത്തുമ്പോൾ ഫ്രണ്ടിലേക്ക് ആവില്ല. അതാണ് ബ്രേക്ക്. അപ്പൊ ചെറുതായിട്ട് തിരിച്ചാൽ മതി കേട്ടോ. ആ അത് ഇപ്പൊ നേരെ ഇങ്ങനെ ഇപ്പൊ നേരെ തന്നെ പോകും. ലെഫ്റ്റ് റൈറ്റ് എഴുതിയുണ്ട് കേട്ടോ. ഓക്കെ പതിയെ ചവിട്ടിയായി. ഇപ്പൊ നേരെ തന്നെ പോട്ടെ. ആദ്യം അവിടം വരെ പോട്ടെ. മുളയുടെ അവിടെ റൈറ്റ് പോട്ടോ. അവിടം വരെ പോട്ടോ. ആ മുള വട്ടം കിട്ടിയാൽ വരെ പോട്ടാ. എടാ ഒരാളെ ചവിട്ടിയാലോ, പതിയെ ചവിട്ടിയാലോ ഒരാള്. ആ ഇനി സ്റ്റിയർ സെന്റർ ആക്ക്. സ്റ്റിയർ സെന്റർ ആക്ക്, നേരെ ആക്ക്. ആ പോട്ടെ. എടാ പതിയെ ചവിട്ടിയാലോ മോനെ. നമ്മളിപ്പോൾ കണ്ട ചവിട്ടുബോട്ടിൽ പോയ കുട്ടികൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിയത് ഇവിടുത്തെ മോഹനൻ ചേട്ടനാണ് കേട്ടോ. മോഹനൻ ചേട്ടനാണ് ഇവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. അതുപോലെ തന്നെ രാജു എന്നാണ് ഇതിൻ്റെ ഓണറുടെ പേര് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് പോയ കുട്ടികളെല്ലാം അതിലും വഴി ചവിട്ടി നടക്കുന്നുണ്ട് കേട്ടോ. അതുവഴി കുറച്ച് ദൂരം ചവിട്ടാനുണ്ട്. അതുപോലെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒരു ടൗണിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇത്രയും നല്ലൊരു പ്രദേശമുള്ള കാര്യം നമുക്ക് അറിയാൻ മേല. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതും ഇവിടെ ഈ വീഡിയോ എടുക്കാൻ വന്നതും എല്ലാം. ഈവനിങ് ടൈം ആകുമ്പോഴാണ് അത്യാവശ്യം ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നത്. അപ്പോഴേക്കും ചേട്ടനായി ഈവനിങ് ആയപ്പോഴേക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ കുടകളൊക്കെ വെക്കുന്നു, കസേരകളൊക്കെ റെഡിയാക്കി വെക്കുന്നു. അതുപോലെ കുറച്ച് ആമ്പലൊക്കെ വരെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ പറിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ബോർഡുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് രസകരമായിട്ട്. ഇവിടെ ഇങ്ങനെ ബോട്ടിങ്ങിൻ്റെ ചാർജസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സ്പീഡ് ബോട്ട് 400 രൂപയാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ് വരുന്നത്. അല്ലാതെ നമുക്ക് അതിന് കൂടുതൽ അങ്ങോട്ട് ദൂരെയൊക്കെ പോകാനായിട്ടൊക്കെ പറ്റും സ്പീഡ് ബോട്ടിൽ. അതിനപ്പോൾ എക്സ്ട്രാ പൈസ കുറച്ചും കൂടി ആകും, അത്രമാത്രം. കണ്ടോ, കസേരയെല്ലാം നിരത്തിയൊക്കെ വെച്ച് ആൾക്കാർ വന്നിട്ട് വെയിറ്റ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പാലത്തെ തന്നെ അത്യാവശ്യം കളർഫുള്ളായിട്ടൊക്കെ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 കടകളുണ്ട് കേട്ടോ. നമുക്ക് വന്നിട്ട് ഈവനിങ്ങിൽ ടീയോ സ്നാക്സോ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാനും മാത്രമുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവർക്കും വന്ന് അതൊക്കെ ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ആ ചവിട്ട് ബോട്ടൊക്കെ നമുക്ക് ഈ കാണുന്ന ദൂരെ അങ്ങോട്ടൊക്കെ മാറി പോകാനുള്ള ഏരിയ ഉണ്ട്. ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ആമ്പലൊക്കെ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വലയിട്ട് കുറേ മീനൊക്കെ പിടിക്കുന്നതാണ്. ഇവിടെ വലയിടീലുകാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇതാണ് മറ്റൊരു കട. ഒരെണ്ണം ഈ പാലത്തിൻ്റെ അപ്പുറത്തും ഒരെണ്ണം ഇപ്പുറത്തുമായിട്ട് അങ്ങനെ 2 തട്ടുകടകളാണുള്ളത്.
ഒരു ഈവനിങ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം സമയം നമുക്കിവിടെ ചിലവഴിക്കാനും മാത്രം ഉണ്ട് താനും. ഫുഡൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ബോട്ടിങ്ങുകളൊക്കെ എൻജോയ് ചെയ്യാം. ഫാമിലിയായിട്ട് വന്നൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല തട്ടുകടകളും ഉണ്ട് എല്ലാം കൊണ്ടും. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് നമുക്ക് അപ്പുറത്തോട്ട് പോകാവുന്നത് ചവിട്ട് ബോട്ടിൽ. അതുപോലെ തന്നെ ഇവിടെ ഈ സൈക്കിള് കണ്ടോ, ഈ സൈക്കിള് നമ്മളിപ്പം എന്തോ റിപ്പയർ ചെയ്യാനായിട്ട് കയറ്റിയിരിക്കുമായിരുന്നു. ഇതിപ്പം അത്യാവശ്യം ഓക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് അടുത്ത ദിവസം തന്നെ 2 ദിവസത്തിനുള്ളിൽ ഇറക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം അത് ഇച്ചിരി കട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത് ചവിട്ടാനായിട്ട്. മറ്റേ പെഡൽ ബോട്ടിനേക്കാളും പെഡൽ ബോട്ടിൻ്റെ അത്രയും ഈസി ആകില്ല അത് ചവിട്ടാനെന്ന് എന്നോട് പറഞ്ഞത്. അതും അടുത്ത ദിവസം ഇറക്കും. അപ്പം വരുന്നവർക്ക് അതും ഒക്കെ ചവിട്ടി എൻജോയ് ചെയ്യാൻ പറ്റും. ഇട ദിവസങ്ങളാണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ ഈവനിങ്ങിൽ. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ തന്നെ ഇവിടെ വരാറുണ്ട് ഇങ്ങനെ. ഇവർ എത്ര ദൂരെയുള്ളവരൊന്നുമല്ല, ഇവിടെ ചുറ്റുവട്ടത്തിലുള്ളവരൊക്കെ തന്നെ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുള്ളവരുമാണ്. അപ്പോൾ അവരും ഇങ്ങനെ വന്ന് ഫാമിലി പിള്ളേരൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. ഇതങ്ങ് ദൂരെ നോക്കിയപ്പോഴേക്കും കണ്ടതാണ് കേട്ടോ, ഒരു ഗുഡ്സ് ട്രെയിൻ വന്ന് അവിടെ കിടക്കുന്നുണ്ട്. പതുക്കെ വന്ന് അവിടെ സ്ലോ ആയിട്ട് വന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ അതിനിടയ്ക്ക് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബോട്ടിങ്ങിന്. അതേപോലെ ഇവിടെ കയാക്കിൽ 2 തരത്തിലുള്ള കയാക്കുണ്ട്. ഒന്ന് ഒരാൾക്ക് പോകാൻ പറ്റിയ ടൈപ്പും, ഒരെണ്ണം ഇച്ചിരി വലുതാണ് 2 പേർക്ക് പോകാവുന്ന ടൈപ്പും. ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഒരാൾക്ക് പോകുന്ന കയാക്കിൽ പോകാം. അല്ലെങ്കിൽ 2 പേർക്ക് വേണമെങ്കിൽ വലിയ കയാക്കിൽ പോകാം. വലിയ കയാക്കിൽ പോകുന്നത് കുറച്ച് സേഫാണ് കേട്ടോ. നമ്മുടെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.